നമസ്കാരം. ഇത് ആരെയും തെറി പറയാനുള്ള വീഡിയോ അല്ല. ഈ മാതിരിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അറിയാം. പിന്നെ എൻ്റെ ഒരു 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 മനസ്സംതൃപ്തിക്ക് പറയുന്നതേ. അപ്പം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണ് പറ്റിക്കൽ. ഈ പറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങാം. എക്സാമ്പിളാണേ, ഒരു കടം വാങ്ങുക, ഒരു 10,000 രൂപയോ 1,00,000 രൂപയോ കടം വാങ്ങാം. അപ്പോൾ കടം വാങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്നാം തീയതി തരാം, അല്ലെങ്കിൽ ഇത്ര വെച്ച് തരാം, പകുതിയായിട്ട് തരാം, അല്ലെ മാസം ഇത്ര പൈസ തരാം. ഇതൊരു എക്സാമ്പിളാണ്. തരാമെന്ന് പറയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ നിങ്ങളോട് വാങ്ങുന്നു. അത് എനിക്ക് ചിലപ്പോൾ എൻ്റെ ഒരു അത്യാവശ്യം, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസിനായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു സ്ഥലം വാങ്ങേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങേണ്ട ആവശ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്നൊരു പൈസ വേണം എന്നുള്ള ഒരു കാര്യം വന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ വാങ്ങുന്നു, അത് നിങ്ങൾ തരുന്നു. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു മെല്ലെങ്കിലും ആ പൈസ തരുന്നു. എൻ്റെ കാര്യം നടക്കുകയും ചെയ്യുന്നു. കാരണം എനിക്ക് ഒറ്റയടിക്ക് ആ പൈസ കിട്ടത്തില്ല, ഒറ്റയടിക്ക് ആ പൈസ തിരിച്ചു തരാനും പറ്റില്ല. അങ്ങനെ തരികയാണെങ്കിൽ പിന്നെ അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ കടം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചോദിച്ചു, എനിക്കതുകൊണ്ടൊരു ഗുണമുണ്ടായി, ഞാനൊരു ഉപകാരപ്പെട്ടു, അത് ഞാൻ കൃത്യമായിട്ട് തിരിച്ചു തരുന്നു. ഓക്കെ, ഇതൊരു നോർമൽ ഒരു കടം വാങ്ങി തിരിച്ചു കൊടുക്കുക. ഇനി അതേ സ്ഥാനത്ത് ഞാൻ നിങ്ങളോട് ഒരു 1,00,000 രൂപ കടം ചോദിക്കുക. എടാ, 1,00,000 രൂപ തരുവാടാ പ്ലീസ്, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലെന്ത് വെക്കുകയാണ്, ഈ 1,00,000 രൂപ ഇവനോട് എങ്ങനെയെങ്കിലും ഒന്ന് കടം വാങ്ങിച്ചിട്ട് ഈ പൈസ കിട്ടിക്കഴിഞ്ഞ് ഇവൻ നാട് വിടണം, അല്ലെ മുങ്ങണം. സംഭവം നാട് വിട്ടുക, മുങ്ങുക. ഞാൻ തിരിച്ചു തരാനല്ല, അത് എനിക്ക് ചിലവാക്കാൻ വേണ്ടി ഞാൻ ആ 1,00,000 രൂപ നിങ്ങളോട് മേടിക്കാൻ നിൽക്കാം. അപ്പം ഞാനങ്ങനെ വാങ്ങിക്കുന്നു, മുങ്ങുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പിന്നെ ഞാൻ മുങ്ങി. പിന്നെ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അല്ല ഈ തന്ന ആൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പറ്റിക്കൽ. അപ്പം ഇനി ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ, ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി അത് തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി. ഹൈറിച്ച് ഇപ്പോഴും സ്റ്റാർട്ടപ്പ് തന്നെയാണ്. അതിൻ്റെ ഒരു വിഷൻ്റെ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ വിഷൻ്റെ സ്കെയിലിൽ അതെവിടെ എത്തിയിട്ടില്ല. അതൊരു തുടക്കക്കാരനാണ്. അതിൻ്റെ ബിസിനസ് രീതി, അതിൻ്റെ ഒരു സ്ട്രക്ചർ വളരെ വ്യത്യാസപ്പെട്ടതാണ്. അത് ഇപ്പോൾ നോർമൽ പല കമ്പനികളിപ്പം നിലവിൽ വലിയ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളും തന്നെ, നമുക്കറിയാവുന്ന കമ്പനികൾ, നമ്മുടെ തൊട്ട് മുമ്പിൽ കൊടീശ്വരന്മാരായിട്ട് നിൽക്കുന്ന ഇപ്പോൾ റിലയൻസ്, ടാറ്റ, മാരുതി, ഹുണ്ടായി, അതൊക്കെ വിദേശ കമ്പനികളാണ്. അങ്ങനെ ടൊയോട്ട, അങ്ങനെയുള്ള കമ്പനികൾ. ഇത് ഈ ITC, അങ്ങനെയുള്ള ഒരുപാടുണ്ടല്ലോ, പെട്ടെന്ന് പേര് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനികൾ. ഈ കമ്പനികൾക്ക് അങ്ങനെ പുതിയ കമ്പനികളും വരുന്നത് കമ്പനികളുമുണ്ട്. ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ, കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള ആസ്തിയുള്ള കമ്പനികൾ. അങ്ങനെ ഒരു കമ്പനിയല്ല ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ 2017 ആ ഒരു 16 സമയത്ത് വന്ന ഒരു ഐഡിയ. അത് വളരെ അടുത്ത വർഷമാണത്. 10-15 വർഷം 20 വർഷം മുമ്പുള്ള ഒരു കമ്പനി, പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷായ വലിയ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. അപ്പോൾ അതൊരു സ്റ്റാർട്ടപ്പാണ്. സ്റ്റാർട്ടപ്പിൻ്റെ പ്രത്യേകത ഒന്നുണ്ട്. ഇപ്പം നോർമൽ കമ്പനികളുടെ സ്റ്റാർട്ടപ്പിൻ്റെ പ്രത്യേകത, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പ്രൊഡക്റ്റോ ബിസിനസ്സോ ഒരു സർവീസോ അവർ ഡിസൈൻ ചെയ്യുന്നു. ആ സർവീസ് കൊടുക്കുന്നു. ആ സർവീസ് കൊടുക്കുന്നതിൻ്റെ ലാഭം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സർവീസ് കൊടുക്കുക, ആ സർവീസിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ആ പ്രോഫിറ്റ് അതിൻ്റെ ഓണേഴ്സ് ആസ്വദിക്കുക. അതാണ് ഒരു കമ്പനിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പം അതിൽ ഈ ഹൈറിച്ച് പോലത്തെ പലയും കമ്പനികളുണ്ട്, വേറെയും കമ്പനികളുണ്ട്. ഈ കമ്പനിയുടെ ഈ ഹൈറിച്ച് വളരെ യുണീക്കായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഹൈറിച്ച് കമ്പനിയുടെ ഒരു പ്ലാൻ അനുസരിച്ച് ഹൈറിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മുടെ നാടിൻ്റെ സിറ്റുവേഷനുള്ളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജനങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമേരിക്ക പോലെയോ ഓസ്ട്രേലിയ പോലെയോ അത്തരത്തിലുള്ള ഹൈലി അബണ്ടൻ്റ് ആയിട്ടുള്ള, എക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു സ്റ്റാറ്റസ് അല്ല നമ്മുടെ രാജ്യത്തിൻ്റെയോ നമ്മുടെ സാധാരണ ഇവിടുത്തെ ജനങ്ങളിൽ ഒരു 80% ആളുകളും സാധാരണക്കാരും അതിൽ കുറഞ്ഞ പാവപ്പെട്ടവരുമാണ്. അപ്പം പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ദരിദ്രരാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നാട്ടിൽ
ഉണ്ടാകുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിലും ഈ ആളുകളിലൂടെ ആളുകളെ ഓണേഴ്സ് ആക്കിക്കൊണ്ട്, അതായത് ഈ ദരിദ്രരായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരെ, നമ്മൾ ദരിദ്രരാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ മറ്റ് ചില രാജ്യങ്ങളുടെയൊക്കെ കമ്പാരിറ്റീവ്ലി നമ്മൾ ദരിദ്രൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളിൽ ഒരുപാട് പേർക്ക് ഒരു ഡയറക്റ്റ് നമ്മളതിൻ്റെ പാർട്ട്ണർഷിപ്പ് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇല്ല. ദരിദ്രന്മാർക്ക് എന്തില്ല, കാശില്ല. അപ്പോൾ എന്നും അവൻ ദരിദ്രനായിട്ടോ ഈ പാവപ്പെട്ടവനായിട്ടോ ഈ മിഡിൽ ക്ലാസ്, ഈ രാജ്യത്തിൻ്റെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിലൊക്കെ ചിന്തിച്ച് നോക്കുമ്പം വെറും പാവപ്പെട്ടവനായിട്ടേ കണക്കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പാവപ്പെട്ടവന്മാരെന്നും അങ്ങനെ തന്നെ നിൽക്കും. ഇവന്മാർ ഈ ചില നെഗറ്റീവ്സ് എന്ന് പറയുന്ന പാവങ്ങളുണ്ട്, പാവങ്ങളെ പറ്റിച്ചു എന്ന് പറയാം. അത് ഞാൻ ആദ്യമേ എക്സാമ്പിൾ പറഞ്ഞു, പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അവരിൽ നിന്നും നിയമവിധേയമായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൂപ്പൺ, റെഡീം കൂപ്പണിലൂടെയാണ് ഹൈറിച്ചിൻ്റെ പ്രൊഡക്റ്റ് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. മേജോറിറ്റി ഓഫ് ബിസിനസ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിലല്ലാതെ വലിയ കോടീശ്വരന്മാരിൽ നിന്ന് മാത്രം അവരിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണെങ്കിലും വളരാൻ അതിന് പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചുമ്മാ ഒന്ന് മനസ്സിൽ ഞാൻ അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചാലൊന്നും ഉണ്ടാകത്തില്ല. അതിന് പൈസ തന്നെ വേണം. പൈസ നല്ല രീതിയിലുള്ള, ഇപ്പോൾ ഒരു നമുക്ക് വലിയൊരു ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷനോ ബ്രെയിൻ ഓപ്പറേഷനോ നടത്തണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിനുള്ള എക്വിപ്മെൻറ്റും അതിനുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുള്ള ഹോസ്പിറ്റലും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് നടക്കുകയുള്ളൂ. അതങ്ങനെ ഒരു സംഗതി ഇവിടെ എത്തണമെങ്കിൽ, ഈ നാട്ടിലൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഇല്ല എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആ രോഗം പിടിച്ച് ചാവാൻ വേണ്ടിയാണല്ലോ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് പൈസ കയ്യിലുള്ളവരെന്ത് ചെയ്യും, ആ പൈസ വെച്ചിട്ട് ഇതുപോലെയുള്ള ഹോസ്പിറ്റലൊക്കെ തുടങ്ങും. അതിന് ചിലപ്പോൾ നല്ല ബില്ല് മേടിച്ചിട്ടാണെങ്കിലും സാധാരണക്കാരന് ഒരു ആശുപത്രി തുടങ്ങി ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. പക്ഷേ പൈസ നല്ല ബില്ല് കൊടുക്കേണ്ടി വരും. എന്നാലും അവർ തുടങ്ങി ആ ഒരു സംഭവം തുടങ്ങിയതുകൊണ്ട് നമുക്ക് അതൊരു ഉപകാരമായി മാറും എന്ന രീതിയിൽ പൈസയുള്ള വലിയ കോടീശ്വരന്മാർ കമ്പനി തുടങ്ങും. അത് സാധാരണക്കാർ അതിൻ്റെ ഇപ്പോൾ ആരും കൃഷി ചെയ്ത് ഫുഡ് വിളവുണ്ടാക്കി 10 സെൻറ്റ് പോലും ഇല്ലാത്ത ആളുകളും ഫ്ലാറ്റിൽ ജീവിക്കുന്നവരൊക്കെ കൃഷി ചെയ്ത് വിളവുണ്ടാക്കി സാധനം വളർത്തി വലുതാക്കി അത് വേവിച്ച് നിന്നും അല്ല ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. എല്ലാം കൺസ്യൂമർ രീതിയിലാണ്. അതായത് കടയിൽ പോകുന്നു, നമ്മൾ മറ്റൊരു തൊഴിൽ ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, പറ്റുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു, ആ പൈസ വെച്ചിട്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നു. ആ പൈസ മാറി ആ പൈസ ഒരു ഫുഡ് പ്രൊഡക്റ്റാക്കി മാറ്റി ആ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു. ആ കമ്പനി അത് മാനുഫാക്ചർ ചെയ്ത് അവിടെ എത്തിച്ചിട്ടുണ്ടാകും. അപ്പം അത്തരത്തിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലും ഒരുപാട് കമ്പനികൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ സാധാരണക്കാർ നമ്മളെപ്പോലുള്ള നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യക്കാർക്ക്, ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഈ പ്രൊഡക്റ്റ് മാനിക്കാൻ പറ്റുന്നുണ്ടെന്നല്ലാതെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഉപകാരമൊന്നും പ്രത്യേകിച്ച് ഈ കമ്പനികളെ കൊണ്ട് പൊതുവേ ഒരു 90% ആളുകൾക്കും ഇല്ല. നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മാക്സിമം ഊറ്റിച്ച്, നിങ്ങൾക്കറിയാം റിലയൻസിൻ്റെയും ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെയൊക്കെ ആസ്തി എത്രയാണെന്ന്. നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി നോർമലായി ജീവിക്കാൻ പറ്റുന്ന ഒരു പൈസ ഇവന്മാരുടെ ഒരാളുടെ കയ്യിലൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ജീവിക്കാൻ പറ്റിയ അത്രയും പൈസയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കോടികളുടെ വ്യത്യാസം നമ്മളും അവരും തമ്മിലുണ്ട്. എന്തൊരു ഗതികേടല്ലേ! ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സുഖം, കുഴപ്പമില്ലാതെ, ദരിദ്രം ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള പൈസ വെറും 5-10% ആളുകളിലേക്ക് ചുരുങ്ങി നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഈ 90% ആളുകളും ദരിദ്രന്മാരായിട്ട് അവർക്ക് വേണ്ടി വീണ്ടും അവരുടെ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഉള്ളൊരു രീതിയിലാണ് ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി വന്നിരിക്കുന്നത്. അതിൻ്റെ പ്ലാനൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ ഒരു ലക്ഷ്യം കള്ളത്തരം പറ്റിക്കൽ എന്നുള്ളൊരു ചിന്താഗതി. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത്രയും നാൾ ഈ ഒരു പ്രശ്നം കേസായി. ഇതുവരെ ഈ ഹൈറിച്ചിൽ കഴിഞ്ഞ ഇതിൻ്റെ ഈ ഒരു കേസ്, ഒരു നാറി, ഈ ഹൈറിച്ചിൽ പോലും ഇല്ലാത്തൊരു നാറിയാണ് കേസ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഹൈറിച്ചിലുള്ളവൻ ആരെങ്കിലും ഹൈറിച്ച് ജോയിൻ ചെയ്ത ആളെങ്കിലും അയ്യോ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല കേസ് കൊടുത്തേക്കുന്നത്.
ഒരു പട്ടിച്ചെറ്റ കൊടുത്ത കേസാണ്, നായിൻ്റെ മൻ. അവൻ്റെ കാര്യം അത് പോട്ടെ. അപ്പോൾ ഇവനെയൊക്കെ വിളിക്കുമ്പോൾ തെറി തന്നെ വിളിച്ചു പോകും, അത് ഒരു രക്ഷയില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ കൊടുത്ത കേസിൽ ഇപ്പം കുറച്ച് പരാതികൾ ഹൈറിച്ചിലെ പരാതികളെന്ന് പറഞ്ഞു ഒന്നും പ്രത്യേകിച്ച് കുറേ നാൾ ഒന്നും വന്നില്ല. കാരണം അവരാരെയും എന്താ ഒരു ഹൈറിച്ചിൽ ഈ കേസ് ഉണ്ടാകുന്നതിന് 1 മാസം മുമ്പ് ജോയിൻ ചെയ്തതിന് പോലും അറിയാം ഹൈറിച്ച് പറ്റിക്കുന്നില്ല, ഹൈറിച്ച് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ഇന്ന് വരുമാനം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥിതിയിൽപ്പെട്ട ആളുകൾ ഒരു കമ്പനിയിലേക്ക് എല്ലാവർക്കും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ലക്ഷക്കണക്കിന് രൂപയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാഭവിഹിതം മേടിക്കും കമ്പനി, അതിനുള്ള ഗതിയൊന്നും ഒരാൾക്കും ഇല്ല, 90% ആൾക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ കോടീശ്വരന്മാർ 100 കോടി 1000 കോടി 10,000 കോടിക്കാരായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഈ ദരിദ്രൻ എന്നും ദരിദ്രനായിട്ട് നിൽക്കുന്നത് അവനൊരവസരമില്ല. അപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള രീതിയിൽ നിയമപരമായിട്ട് ഒരു അവസരം കിട്ടാനുള്ളൊരു സാധ്യത കണ്ടപ്പോൾ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ച് അതിനാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കൂടെ സാധാരണക്കാരനായിട്ടുള്ള ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, വളരെ ദരിദ്രന്മാരായിട്ടുള്ളവർ വരെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് നശിച്ചു പോയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ് ആയിട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് ഇത്തരം മൾട്ടി ലെവൽ കമ്പനികളുടെയൊക്കെ ഒരു പ്രത്യേകത, ഇതുവരെ ഉണ്ടായിരുന്ന കമ്പനികളെല്ലാം ഇപ്പോഴും ഉള്ളവർ തന്നെ ഇവർ ഈ പറയുന്ന പോലെ ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു സാധാരണ എന്തെങ്കിലും ഒരു പേസ്റ്റോ സോപ്പോ, നോർമൽ സോപ്പൊക്കെ തന്നെ, അതിന് കുറച്ച് മണം കൂട്ടി കുറച്ച് കളറും കൂട്ടി കുറച്ചും കൂടി തിളക്കം കൂടിയൊരു കുറച്ചൊരു 5 രൂപ 10 രൂപയുടെ ഒരു എക്സ്ട്രാ പണി ഈ സാധനത്തിൽ ഒപ്പിക്കും. ഈ സാധനത്തിൽ ഒപ്പിച്ചിട്ട് അതിൻ്റെ വില 20 രൂപയ്ക്കും 30 രൂപയ്ക്കും വിൽക്കുന്ന സോപ്പാണ്. ഒരു 5 രൂപ 10 രൂപയുടെ ഒരു പരിപാടി ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനൊന്ന് കളറ് കൂടി ഒന്ന് മണം കൂടി എന്നുള്ളൊരു ക്വാളിറ്റി വ്യത്യാസം പോലെയൊക്കെ തോന്നിക്കും. അപ്പോൾ അങ്ങനെ തോന്നിക്കുന്ന സാധനം ഇവർ 300 രൂപ 400 രൂപയ്ക്കിട്ട് വിൽക്കും. പക്ക മണി റേസിംഗ് ആണത്, പക്ക മണി റേസിംഗ്. അതായത് ആ സാധനം കൊണ്ട് അത്രയും പൈസയുടെ ഉപകാരവും ഇല്ല, എന്നാൽ മണി റേസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അങ്ങനെയാണ് ഇത്രയും കാലം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും കമ്പനികളെല്ലാം. എന്നിട്ട് ഇവന്മാർ ഇതിനെയാണ് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും കിട്ടുന്ന പേസ്റ്റിൽ ഇച്ചിരി എന്തെങ്കിലും വല്ല കല്ലുപൊടിയോ മണ്ണുപൊടിയോ ഇട്ട് ഒന്ന് അരച്ച് കഴക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു 5 രൂപ 10 രൂപയുടെ പരിപാടിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ 200 രൂപയ്ക്ക് വിൽക്കും. ഇത് ഫസ്റ്റ് എന്ത് ക്വാളിറ്റി ഒന്നുമില്ല അതിനകത്തൊന്നും. ഒരു പേസ്റ്റിലൊക്കെ ഈ 90 രൂപ 100 രൂപയ്ക്കുള്ള എന്ത് ചേർക്കാനാ? എന്താണ് ഈ സാധനം കൊണ്ട് പല്ല് തേക്കുമല്ലേ ചെയ്യുന്നത്? വേറെ പുതിയ പല്ലെങ്കിലും ഫിറ്റാക്കി തരുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വെറും അങ്ങനത്തെ ഇടപാട് തന്നെയാണ്. ഇത് മണി റേസിംഗ് തന്നെയാണ് അതിൽ നടക്കുന്നത്. ഈ പൈസ തന്നെ കൂട്ടിക്കിട്ടിയ പൈസ തന്നെയാണ് തീർച്ചയായിട്ടും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലുള്ള താഴെ പിന്നെ ഈ ലീഡർമാരെന്ന് പറയുന്ന ഒരു തസ്തികയൊന്നുമല്ല. ലീഡർ എന്ന് പറയുന്നത് അതിന് മുമ്പേ ചേർന്ന കൂടുതൽ ആളുകളെ പ്രൊമോട്ട് ചെയ്തവർ ഉയർന്നു പോകുമ്പോൾ അവരെ ലീഡർ വിളിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നത് ഇത് തന്നെയാണ് സംഭവം. പക്ഷേ അതേ സ്ഥാനത്ത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ നാട്ടിൽ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് കോൾഗേറ്റ് ഇങ്ങനെയുള്ള ലെക്സ് അങ്ങനെയുള്ള അത് ഞാനൊരു ഉദാഹരണം വളരെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാണ് ചന്ദ്രിക, ഡാബർ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. ഇനി വേണോ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആ ക്വാളിറ്റി യഥാർത്ഥ ക്വാളിറ്റി ആയിട്ട് തന്നെ കൂടിയ, എന്നാലും മാക്സിമം 40 രൂപ 50 രൂപയൊക്കെ സാധനത്തിന് വില വരുന്ന സാധനങ്ങൾ ക്വാളിറ്റി കൂടിയതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാം വില കുറഞ്ഞതോ കൂടിയതോ ആയിട്ടുള്ള മൾട്ടി ലെവലൊന്നും അല്ലാതെ ഇങ്ങനെ കുറേ പൈസ റേസ് ചെയ്യാനല്ലാതെ പ്രൊഡക്റ്റ് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയുള്ള രീതിയിൽ തന്നെ സാധനം വിൽക്കുന്ന ആ സാധനങ്ങൾ വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കടകളിൽ വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്നവർ കടക്കാരായിട്ട് നിൽക്കുന്നു. ഈ ഇതിൻ്റെ ഇടനിലക്കാരും കമ്പനിക്കാരും ലാഭം കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ലാഭത്തിൽ കുറച്ചൊക്കെ ഈ സാധാരണക്കാർക്കും കൂടെ കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ഈ ഹൈറിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഇപ്പം മിക്കവാറും ഒരുപാട് മൾട്ടി ലെവൽ കമ്പനികളെ കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ എന്ന് വെച്ചാൽ 20,000 രൂപ 30,000 രൂപയ്ക്ക് എന്ത് ചെയ്യണം, ഈ 300-400 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് സോപ്പും പിന്നെ പേസ്റ്റും ഒക്കെ നമുക്ക് ഒരിക്കലും നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടല്ലോ ഇത്രയും പൈസയുടെ സാധനം, ഇത്രയും പൈസയുടെ സോപ്പ്, ഇത്രയും പൈസയുടെ പേസ്റ്റൊന്നും നമ്മൾ ജീവിതത്തിൽ മേടിക്കില്ല. കാരണം ആ ഒരു വരുമാനമേ നമുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത്രയും പൈസയുടെ 20,000 രൂപ 30,000 രൂപ കൊടുത്തിട്ട് സാധനം മേടിക്കും. എന്തിന്? വരുമാനം കിട്ടാൻ വേണ്ടി. ഈ സാധനം മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവെക്കും. മിക്കവാറും ആർക്കും ഇതുകൊണ്ട് ഇത് വിൽക്കാൻ പറ്റില്ല. കാരണം ഈ മാർക്കറ്റിംഗ് ചെയ്യുക, കച്ചവടം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വേറൊരു പ്രത്യേക സ്കില്ല് തന്നെയാണ്. അത് ഒരുപാട് പേർക്കില്ല. വളരെ ചെറിയ ശതമാനം ആളുകൾക്കേ ഒരു മാർക്കറ്റിംഗ് സ്കില്ലൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും പൈസയുടെ സാധനം കൂടി.
അവരുമായി അവരുടെ കണക്റ്റഡ് ആയിട്ടുള്ളവർ ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. ഇവരോട് 90 രൂപയുടെയും 100 രൂപയുടെയും സോപ്പ് മേടിക്കടാ, പേസ്റ്റ് മേടിക്കടാ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, മേടിക്കില്ല. അപ്പോൾ അവർ അവിടെ ആ സാധനം 30,000 രൂപ 40,000 രൂപയുടെ സാധനം വീട്ടിലിരുന്ന് ചീഞ്ഞു പോകും. അവരുടെ പൈസ അവിടെ നഷ്ടപ്പെടും. അതിന് പകരം ഹൈറിച്ച് എന്ത് ചെയ്തു? ഹൈറിച്ച് അത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്നുള്ള റെഡീം കൂപ്പണിലൂടെ ആ ഒരു സാധനം ഈ പ്രൊഡക്റ്റിനുള്ള പൈസ നേരത്തെ കൊടുപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഈ പൈസ മെല്ലെ മെല്ലെ റെഡീം ചെയ്യാമെന്നുള്ള ഒരു പദ്ധതി. എന്നാലേ ഈ സാധാരണ പ്രൊഡക്റ്റുകളെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതും കൂടെ മനസ്സിലാക്കണം. കാരണം എന്നാലേ ഇങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെ ഈ സോപ്പ് വിറ്റ് 10,000 രൂപ, കാരണം ഈ 90 രൂപയുടെയും 150 രൂപയുടെയും സോപ്പല്ല ഹൈറിച്ച് വെക്കുന്നത്, 10 രൂപയുടെ 20 രൂപയുടെ സോപ്പാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്തിട്ട് ഇതിനെ കാണുക. ഇതിപ്പം ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരെ ഇപ്പം എന്താ പറയുക, ഇപ്പം യേശു ക്രിസ്തുവിന് പോലും ശത്രുക്കളുണ്ട്. സ്നേഹിക്കെന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ച് അതിനുവേണ്ടി തല്ലുകൊണ്ട് മരിച്ച ആൾ, അദ്ദേഹത്തെ പോലും, ആ യേശു ക്രിസ്തുവിനെ പോലും കുറ്റം പറയുന്നവരുണ്ട്, മഹാത്മാഗാന്ധിയെ കുറ്റം പറയുന്നവരുണ്ട്. അപ്പോൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിന് കുറ്റപ്പെടുത്തലുകൾ ഉള്ളവരുണ്ടാവും. ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല, ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആക്ടേഴ്സാണ്, ഏറ്റവും നല്ല ജീവിതം ജീവിക്കുന്നവരാണ്. 10 രൂപയ്ക്ക് ഗതിയില്ലാത്തവൻ പോലും ഇവരെ കുറ്റം പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ടാവും സമൂഹത്തിലുണ്ടാവും. കുറേ വേസ്റ്റുകളും കൂടെ വേണ്ടല്ലോ, നല്ലത് മാത്രമല്ല അതിനൊരു ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറേ വേസ്റ്റുകളുണ്ട്. അപ്പോൾ എന്നാലും കുറച്ച് പേര് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക, ഈ ഒരു കമ്പനി ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയൊന്നുമല്ല. പിന്നെ ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി ഈ ഒരു സംഭവം ചെയ്തു വരുമ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഇപ്പം നിലവിൽ ഇത്രയും ആളുകളിലേക്ക് എത്തി അല്ലേ. ഒരു ചെറിയ ഒരു മുറിയിൽ തടന്ന്, ഇപ്പം ഞാൻ നിങ്ങളോട് ആമസോണിൻ്റെ ഒരു ഫോട്ടോ ആദ്യം കാണിച്ചു തരാം, അല്ല അതിൻ്റെ വീഡിയോ പിന്നെ വേറെ ചെയ്യാം. അപ്പോൾ ചെറിയൊരു റൂമിൽ കിടന്ന കമ്പനി ഇത്രയും വലിയ രീതിയിൽ എത്തുന്നത് അതിന് പ്രൊമോട്ടർമാരും കൂടി വേണം. ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ ആൾ വേണം. അപ്പോൾ പ്രൊമോട്ടർമാർക്ക് എന്ത് കൊടുക്കണം? വരുമാനം കൊടുക്കണം. ഇത് ചുമ്മാ ഒന്നും പ്രൊമോഷൻ ആവില്ല. അപ്പോൾ ആ വരുമാനം കൊടുക്കാനും ഈ കൺസൈൻമെൻറ്റ് അഡ്വാൻസിൽ കൂടി കിട്ടിയ പൈസ ഹൈറിച്ച് ഉപയോഗിക്കും. ഇതൊക്കെ നിയമം തെറ്റാണ്. എന്തിനാ ഇതിൽ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു സംരംഭം ഈ പറ്റിക്കൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെങ്കിൽ ഓക്കെ, തെറ്റാണ്. പക്ഷേ പറ്റിക്കൽ ഇവിടെ ഇല്ല, പറ്റിച്ചിട്ടില്ല, ആരും പറ്റിച്ചതായിട്ട് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഈ ഹൈറിച്ചിൽ അവസാനം ജോയിൻ ചെയ്ത കുറച്ച് പേർക്ക് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ പറയുന്നു നമുക്ക് വരുമാനമൊന്നും കിട്ടി. അതിന് കാരണം അവർക്കറിയാം ഈ ബാങ്ക് ഫ്രീസാണ്. ഒരു നാറി കൊടുത്ത കുറച്ച് പരാതികളിൽ ഈ ബാങ്ക് ഓൾറെഡി ഫ്രീസ്ഡ് ആണ്. അത് അല്ലാതെ കമ്പനി കൊടുക്കാതിരിക്കുന്നൊന്നുമല്ല. പിന്നെ ഗവൺമെൻറ് സിസ്റ്റത്തെ അതിങ്ങനെ ഫ്രീസ് ചെയ്ത് ഇങ്ങനെ തടഞ്ഞു വെച്ചേക്കാണ്. അതുകൊണ്ട് ഗതികെട്ടിരിക്കുകയാണ്. അല്ലാതെ പിന്നെ കമ്പനി ചെയ്ത പ്രശ്നമല്ലത്. അപ്പം ഇത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്, നമ്മുടെ നാടിന് ആവശ്യമുള്ളൊരു പ്ലാന്, നമ്മുടെ നാടിന് ഗുണപ്പെടുന്ന ഒരു പ്ലാന്, അതിന് മൾട്ടി ലെവൽ സിസ്റ്റം കമ്പനികൾ ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ 500-ൻ്റെയും 1000-ൻ്റെയും പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്ന കമ്പനികളുണ്ട്. ഒരു ഗുണവും ഒരു സാധാരണക്കാരനും ഇല്ല, അതുകൊണ്ടില്ല, ഉറപ്പാണത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇവിടെ നടക്കാം. ഈ ഇത്രയും സാധാരണപ്പെട്ട പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഇത്രയും സാധാരണക്കാരായ ആളുകളിലേക്ക് വരുമാനം എത്തിക്കാൻ സാധ്യതയുള്ള, ഇനിയും ഇതിൻ്റെ പ്ലാനിനെ കുറിച്ച് വേറെയും വീഡിയോ ഞാൻ ചെയ്യാം. ഇതിന് ഒന്നിനും ഉത്തരവില്ലാണ്ടില്ല. അപ്പോൾ ഇങ്ങനൊരു കമ്പനിയെ ഇങ്ങനെ ശരിക്കും കമ്പനിയിൽ ജോയിൻ ചെയ്ത സാധാരണക്കാരൊന്നും അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾ നന്നായി കണ്ടു കഴിഞ്ഞാൽ അത് മോശമായി കാണുന്ന ഒരു സംസ്കാരം ഈ രാജ്യത്തുണ്ടല്ലോ. ആ സംസ്കാരമാണ് ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നത്. അതിങ്ങനെ പ്രകടിപ്പിക്കുന്നതാണ് ആ ഒരു സാധനം, ആ ഒരു വേസ്റ്റ്. ആ വേസ്റ്റിന് പരിഹാരം വരും. എന്തായാലും ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുമല്ലോ. ഓരോ നൂറ്റാണ്ടിലും ഓരോ റവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ നൂറ്റാണ്ടിൻ്റെ റവല്യൂഷനായി ഇത് മാറപ്പെടാം. അതാണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് വേണ്ടത്. അതാണ് നല്ലത്. മോശത്തിൽ നിന്നും നല്ലത് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴാണല്ലോ ഗുണം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈറിച്ച് ഉള്ളതാണ് ഗുണം, ഹൈറിച്ച് ഇല്ലാത്തതല്ല ഗുണം. ഹൈറിച്ച് ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഹൈറിച്ച് ഇല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നാൽ അങ്ങനെ ആ ഒരു കമ്പനി ഉള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. നമ്മളെല്ലാം സാധനങ്ങൾ വാങ്ങാനും ഡെയിലി ഭക്ഷണം കഴിക്കാനും ഡെയിലി ഉപയോഗത്തിനുള്ള സാധനം വാങ്ങലൊന്നും നമ്മൾ ഒരിക്കലും നിർത്തില്ല. ഹൈറിച്ച് ഉണ്ടെങ്കിലും നിർത്തില്ല, ഇല്ലെങ്കിലും നിർത്തില്ല. അപ്പോൾ ആ കമ്പനി നല്ലൊരു രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം കിട്ടുകയും ഈ സാധാരണ സാധനങ്ങളെല്ലാം കിട്ടുകയും ചെയ്യുമ്പോൾ അത് ഉയർന്നു വരും. മറ്റ് കമ്പനികളെപ്പോലെ തന്നെ റിലയൻസ് ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ കമ്പനിയിലൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഒരു വർഷത്തെ ടേൺ ഓവർ. അപ്പോൾ അതിലേക്കൊക്കെ ഈ കമ്പനിക്കും വരാൻ പറ്റും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധാരണക്കാർക്ക് അതിൽ നിന്ന് ഒരു ഉപകാരം കിട്ടും. ഇപ്പോൾ കിട്ടാത്ത, ഈ കമ്പനികൾ കൊടുക്കാത്ത ഒരു ഉപകാരം ഈ കമ്പനി കൊടുക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് അല്ല എന്ന് ചിന്തിക്കുന്നത്
അതും വേറൊരു മെൻറ്റാലിറ്റിയാണ്. നീ പറഞ്ഞ പോലെ എന്തായാലും ഒരു നെഗറ്റീവ് സൈഡ്, അതിന് എല്ലാ നല്ലതിനും ഒരു നെഗറ്റീവ് വശം കാണാൻ ആളുകളുണ്ടാവും. അവരെ അങ്ങനെ കണ്ടോട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.